വെൽക്കം ടു MSG മാത്തമാറ്റിക്സ്. അടുത്തതായിട്ട് നമ്മളൊരു തിയറമാണ് നോക്കാനായിട്ട് പോകുന്നത്. ദ ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് കോമ ഡി ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഓപ്പൺ സബ്സെറ്റിന് താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. ആദ്യത്തേത് എക്സ്, അതായത് കംപ്ലീറ്റ് സെറ്റും അതുപോലെ തന്നെ നൾ സെറ്റും എന്താണ്? ഓപ്പൺ സെറ്റാണ്. രണ്ടാമത് പറയുന്നത് ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. അതുപോലെ ഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആദ്യം പ്രൂഫിലോട്ട് പോകാം. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ട എക്സും ഫൈയും ഓപ്പൺ സെറ്റുകളാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ആ സെറ്റിനെ നമുക്ക് ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റും വിത്ത് പോസിബിൾ സെൻറ്റേഴ്സ് ആൻഡ് റേഡിയൈ. അതുകൊണ്ട് തന്നെ എക്സ് ഒരു ഓപ്പൺ സെറ്റാണ്. അതുപോലെ തന്നെ നൾ സെറ്റിന് നമുക്ക് എം ഡി സെറ്റുകളുടെ, അതായത് എം ഡി കളക്ഷൻ ഓഫ് ഓപ്പൺ ബോൾസിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫൈ എന്ന് പറയുന്നതും ഓപ്പൺ ആണ്. അടുത്തതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഓപ്പൺ സെറ്റുകളെന്ന് പറയുന്നത് ഒ ആൽഫയാണ്. ആൽഫ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുക്കുവാണ്. അങ്ങനെയെങ്കിൽ ഒ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ആൽഫ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ഒ ആൽഫയ്ക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആ ഒരു ക്യാപിറ്റൽ ഒ എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിനെ യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ആ സെറ്റിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുകയും അതിനെ ചുറ്റിപ്പറ്റി ഒരു ഓപ്പൺ ബോൾ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുവാണ്. അതിൻ്റെ സെൻറ്റർ എക്സും റേഡിയസ് എന്ന് പറയുന്നത് ആറുമാണ്. അപ്പോൾ ആ ഒരു ഓപ്പൺ ബോളും എവിടെ ഉണ്ട്? ഒ ആൽഫയിലെ എലമെൻ്റ് ആണ്. ആ ഒ ആൽഫ എന്ന് പറയുന്നത് ഒയുടെ സെറ്റാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഒ എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഫൈനൈറ്റ്ലി മെനി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്നത് O1 O2 എക്സെട്ര ON ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ I = 1 to n OIയിൽ നിന്നുള്ള എലമെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഏതൊരു ഐ നമ്മൾ എടുത്താലും OI എന്ന് പറയുന്നത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യാൻ പറ്റും. B of x, Ri. അതുപോലെ തന്നെ നമുക്ക് B of x, Ri സബ്സെറ്റ് ഓഫ് OI ആണെന്നറിയാം. കാരണം ഓപ്പൺ ബോൾ എന്ന് പറയുന്നത് ആ ഒരു ഓപ്പൺ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ധാരാളം ഓപ്പൺ ബോളുകളിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള റേഡിയസ് ഉള്ള ബോളിന് നമ്മൾ R എന്ന് പറഞ്ഞ റേഡിയസ് കൺസിഡർ ചെയ്യുകയാണ്. R എന്ന് പറയുന്ന മിനിമം ഓഫ് R1 R2 എക്സെട്ര Rn. അങ്ങനെയെങ്കിൽ B of x, R എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് B of x, Ri. അതുപോലെ ഈ സെറ്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ദ ഇൻ്റർസെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ബോളുകളുടെ കളക്ഷനായിട്ട് എഴുതാൻ പറ്റും. സോ ക്യാപിറ്റൽ O ഈസ് ആൻ ഓപ്പൺ സെറ്റ്. അടുത്തതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവേണ്ടത് ദ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് കോമ ഡി ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. എക്സ് ആൻഡ് ഫൈ ആർ ക്ലോസ്ഡ് സെറ്റ്. അതുപോലെ ഇൻ്റർസെക്ഷൻ ഓഫ് എനി ഫൈനൈറ്റ്ലി ക്ലോസ്ഡ് സെറ്റ്സ് ഈസ് ക്ലോസ്ഡ്. യൂണിയൻ ഓഫ് എനി ഫൈനൈറ്റ് ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഈസ് ക്ലോസ്ഡ് എന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം തന്നെ എക്സ് എന്ന് പറയുന്നതും ഫൈ എന്ന് പറയുന്നതും ഓപ്പൺ സെറ്റാണെന്ന് നമ്മൾ മുൻപ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എക്സിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ആണ്. അത് നൾ സെറ്റിന് ഈക്വൽ ആണ്. നൾ സെറ്റ് ഓൾറെഡി ഓപ്പൺ ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും. അതുപോലെ ഫൈയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഫൈ ആണ്. അത് എക്സിന് തന്നെ ഈക്വൽ ആണ്. എക്സ് ഓപ്പൺ ആണെന്ന് തൊട്ട് മുൻപത്തെ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തു. സോ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഫൈ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? എക്സും ഫൈയും ക്ലോസ്ഡ് സെറ്റുകളാണ് എന്ന് പ്രൂവ് ചെയ്യാം. ഇനി അടുത്ത് ഇൻ്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ്ലി ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്, അതുപോലെ യൂണിയൻ ഓഫ് ഫൈനൈറ്റ്ലി ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആണ് എന്നും പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഡിമോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ്സും അതുപോലെ യൂണിയൻ ഓഫ് ഫൈനൈറ്റ് ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ്സും ആണ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം C ആൽഫ എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ആൽഫ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒരു ആർബിട്രറി സെറ്റിൽ നിന്ന് എടുക്കുവാണ്. അങ്ങനെയെങ്കിൽ C ആൽഫ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റാണ്. C ആൽഫയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് C ആൽഫ. അതെന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അതായത് C ആൽഫ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണ്. അങ്ങനെ C ആൽഫ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ യൂണിയനും എന്ത് തന്നെയായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഡിമോർഗൻസ് ലോയിൽ വെച്ചിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ C ആൽഫയുടെ കോംപ്ലിമെൻറ്റ് ഉറപ്പായിട്ടും ആർക്ക് ഈക്വൽ ആയിരിക്കും? യൂണിയൻ C ആൽഫ കോംപ്ലിമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫൈനൈറ്റ്ലി മെനി കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ അത് പ്രൂവ് ചെയ്യുന്നത്. C1 C2 എക്സെട്ര CN എന്ന് പറഞ്ഞ സെറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നു. അതിന് C1 കോംപ്ലിമെൻറ്റ് CI കോംപ്ലിമെൻറ്റ് എന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് ഡിമോർഗൻസ് ലോ വെച്ചിട്ട് നമ്മുടെ
സി ഐ നമുക്ക് ക്ലോസ്ഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സി ഐയുടെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും, അതായത് അവരുടെ യൂണിയൻ്റെ കളക്ഷനും അതുപോലെ അവരുടെ ഇൻ്റർസെക്ഷൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിമോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് ഇൻ്റർസെക്ഷൻ i = 1 to n സി ഐ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള യൂണിയൻ i = 1 to n സി ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രൂഫ് പ്രൂവ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ലിമിറ്റ് പോയിൻറ്റിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. x, d എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണ്. ക്യാപിറ്റൽ A എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ആ സബ്സെറ്റിൽ നിന്ന് x എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഏതൊരു എപ്സിലൺ നെയ്ബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു ഓപ്പൺ സെറ്റ് കൺസിഡർ ചെയ്താലും അതിൽ x കൂടാതെ ക്യാപിറ്റൽ A എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് മറ്റൊരു പോയിന്റ് കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഈ ഒരു ലിമിറ്റ് പോയിന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെയും അതുപോലെ വൺ സൈഡ് ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെയും ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെയും എല്ലാം ഡിറൈവ്ഡ് സെറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെല്ല് തന്നെയായിരിക്കും. അതുപോലെ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് സെറ്റ്സിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റിന് ഈക്വൽ ആയിരിക്കും. വെൽക്കം ടു MSJ മാത്തമാറ്റിക്സ്. നമ്മൾ അടുത്തതായിട്ടൊരു തിയറമാണ് നോക്കാൻ പോകുന്നത്. ലെറ്റ് x, d be a metric space and capital A subset of x, then the point small x element of capital X is the limit point of capital A if and only if distance of x and capital A minus set x is equal to 0. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സും ക്യാപിറ്റൽ A മൈനസ് സിംഗിൾട്ടൺ എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണ്. എങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ലിമിറ്റ് പോയിൻ്റ് ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് എക്സ് ക്യാപിറ്റൽ എയുടെ ലിമിറ്റ് പോയിൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ലിമിറ്റ് പോയിൻ്റ് ആണെങ്കിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഓപ്പൺ നെയ്ബർഹുഡ് അല്ലെങ്കിൽ ഓപ്പൺ സെറ്റ് കൺസിഡർ ചെയ്താലും അതിൽ എക്സ് കൂടാതെ മറ്റൊരു എലമെൻറ്റും കൂടെ കാണും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുവാണ്. ബി ഓഫ് x, r, എക്സും ആർ എന്ന് പറയുന്ന റേഡിയസ്. അപ്പോൾ ആർ എന്ന് പറയുന്ന റേഡിയസിനുള്ളിൽ എന്ത് കാണും? ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എക്സ് കൂടാതെ വേറൊരു എലമെൻറ്റ് കാണും. ആ എലമെൻറ്റിന് നമ്മൾ y എന്ന് കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയെങ്കിൽ y എന്ന് പറയുന്നത് ബി ഓഫ് x, rൽ നിന്നുള്ള ഒരു എലമെൻ്റ് ആണ്. അതുപോലെ ഡിസ്റ്റൻസ് ഓഫ് x, y എന്ന് പറയുന്നത് <r ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഓഫ് x, ക്യാപിറ്റൽ A മൈനസ് സെറ്റ് എക്സ് എന്ന് പറയുന്നത് ഇൻഫൈമം ഓഫ് സെറ്റ് y എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ A മൈനസ് സെറ്റ് എക്സ് വിച്ച് ഈസ് <r. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഓഫ് x മൈനസ് ക്യാപിറ്റൽ A മൈനസ് സെറ്റ് എക്സ് 0ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ കോൺവേഴ്സ്ലി സപ്പോസ് ചെയ്യാണ് ഡിസ്റ്റൻസ് ഓഫ് എക്സും ക്യാപിറ്റൽ A മൈനസ് സിംഗിൾട്ടൺ എക്സും 0 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? എക്സ് എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് നമ്മളൊരു ഓപ്പൺ ബോളായിട്ട് കൺസിഡർ ചെയ്യുവാണ്. ആർ എന്ന് പറയുന്ന റേഡിയസും എക്സ് എന്ന് പറയുന്ന സെൻറ്ററും അവിടെ ഡിസ്റ്റൻസ് ഓഫ് എക്സും ക്യാപിറ്റൽ A മൈനസ് സിംഗിൾട്ടൺ എക്സും <r ആയതുകൊണ്ട് തന്നെ ആ ഒരു ബോളിൽ എല്ലാ പോയിൻറ്റ്സും കാണും. എക്സിനെക്കാളും അതായത് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനേക്കാളും ഉള്ളിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും എക്സിൽ നിന്ന്. ബി ഓഫ് x, r എന്ന് പറയുന്നതിൽ നമ്മളപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നു z എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ z എന്ന് പറയുന്ന പോയിൻ്റ് ബി ഓഫ് x, rലുള്ള എലമെൻ്റ് ആയിരിക്കുകയും o എന്ന് പറയുന്ന സെറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? x എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റിന് ചുറ്റും ഏതൊരു ഓപ്പൺ സെറ്റ് കൺസിഡർ ചെയ്താലും ക്യാപിറ്റൽ എയിൽ നിന്ന് എക്സ് കൂടാതെ മറ്റൊരു എലമെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഇസഡ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നമ്മുടെ ഓപ്പൺ ഇൻ്റർവെൽ 0-1ൻ്റെ ഡിറൈവ്ഡ് സെറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി റാൻഡമായിട്ട് ഓപ്പൺ ഇൻ്റർവെൽ 0-1ൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിന് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഏതൊരു ഇൻ്റർവെൽ എടുത്താലും, അതായത് 0-1ൻ്റെ ഇടയ്ക്കുള്ള എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിന് ചുറ്റും ഏതൊരു ഇൻ്റർവെൽ എടുത്താലും എക്സ് കൂടാതെ ആ സെറ്റിൽ നിന്നുള്ള മറ്റൊരു എലമെൻ്റ് ഉണ്ടായിരിക്കും. അത് ട്രൂ ആണ്. അതുപോലെ ഈ നമ്മളിപ്പം എക്സ് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന പോയിൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിലോട്ടുള്ള എല്ലാ പോയിൻറ്റ്സും 0 എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും ഏതൊരു എപ്സിലൺ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്താലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1 എന്ന് പറയുന്ന പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ 1 എന്ന് പറയുന്ന പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ പോയിന്റ്സും ഏതൊരു ഓപ്പൺ ബോൾ എടുത്താലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പൺ ഇൻ്റർവെൽ 0-1ൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻ്റർവെൽ 0-1, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1, ക്ലോസ്ഡ് 0 ഓപ്പൺ 1, ഓപ്പൺ 0 ക്ലോസ്ഡ് 1 അവരുടെ എല്ലാത്തിൻ്റെയും ഡിറൈവ്ഡ് സെറ്റ് ക്ലോസ്ഡ് 0-1 ആണ്. സെറ്റ് ഓഫ് റാഷണൽസിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് റിയൽ നമ്പേഴ്സ് ആണ്, ഇറാഷണൽസിൻ്റെത് റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈനൈറ്റ് സെറ്റിൻ്റെ എല്ലാം
ലിമിറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. ഇസഡും നാച്ചുറൽ നമ്പേഴ്സും അവരുടെ ഡിറൈവ്ഡ് സെറ്റ് നൾ സെറ്റാണ്. -1/n എന്ന് പറയുന്ന സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൽ 0 എന്ന് പറയുന്ന ഒരു ലിമിറ്റ് പോയിൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു യൂണിറ്റ് സ്ക്വയർ കൺസിഡർ ചെയ്യുവാണ്. അതിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് സ്ക്വയർ തന്നെയായിരിക്കും. അതിൻ്റെ ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നതും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ x1, x2 അതായത് ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന റാഷണൽസ് എടുക്കുവാണെങ്കിൽ R2 എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഡിറൈവ്ഡ് സെറ്റായിട്ട് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒരു എക്സാമ്പിളാണ് നോക്കുന്നത്. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സബ്സെറ്റാണ് ഒരു മെട്രിക് സ്പേസിൻ്റെ. എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സിലെ ഒരു എലമെൻ്റ് ആണ്, പക്ഷേ അത് ക്യാപിറ്റൽ എയുടെ എലമെൻ്റ് അല്ല. നമ്മളിവിടെ മെയിൻലി ഈ ഒരു എക്സാമ്പിളിലൂടെ പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫൈനൈറ്റ് സെറ്റുകൾക്ക് ലിമിറ്റ് പോയിൻറ്റ്സ് ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഫൈനൈറ്റ് സെറ്റുകൾക്ക് ലിമിറ്റ് പോയിൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ x, d എന്ന് പറയുന്ന മെട്രിക് സ്പേസിൽ നിന്ന് ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ക്യാപിറ്റൽ എ കൺസിഡർ ചെയ്യുന്നു. ആ ക്യാപിറ്റൽ എയിൽ ഇല്ലാത്ത എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, എന്നാൽ അത് എക്സ് എന്ന് പറയുന്ന മെട്രിക് സ്പേസ് ആ ഒരു സെറ്റിൽ ഉള്ള ഒരു എലമെൻ്റാണ്. ആർ എന്ന് പറയുന്നത് നമ്മൾ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് അതിൻ്റെ മിനിമത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു വലിയ സെറ്റുണ്ട്, അതിൽ നിന്ന് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്തു. എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സബ്സെറ്റിലെ എലമെൻ്റ് അല്ല, എന്നാൽ കംപ്ലീറ്റ്ലി എക്സ് എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ എയിൽ നിന്നുള്ള സ്മോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ മിനിമത്തിനെയാണ് നമ്മൾ സ്മോൾ ആർ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു ഓപ്പൺ ബോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അതായത് എക്സ് സെൻറ്ററും ഈ ഒരു ആർ എന്ന് പറയുന്ന റേഡിയസിന് ഹാഫ് വെച്ചിട്ട് നമ്മളൊരു ഓപ്പൺ ബോൾ, ആ ഒരു റേഡിയസ് വരുന്ന പുതിയൊരു ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നുള്ള ഒരു എലമെൻസും ഈ ഒരു സെറ്റിൽ കയറി വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം നമ്മുടെ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലിമിറ്റ് പോയിൻ്റ് ആണ് എന്നുള്ള, എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് പോയിൻ്റ് ആയിട്ട് വരത്തില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യുവാണ് ആർ ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിൻറ്റ്. ആർ ഡാഷ് എന്ന് പറയുന്നത് അത് മിനിമം ഡിസ്റ്റൻസ് ഓഫ് A1 ആൻഡ് A2, A1 എന്നും A2 എന്നും പറഞ്ഞ് ക്യാപിറ്റൽ എയിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സ് എടുത്താൽ അതിൻ്റെ രണ്ടിൻ്റെയും മിനിമം ഡിസ്റ്റൻസിനെയാണ് ആർ ഡാഷ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസും ക്യാപിറ്റൽ എയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ, അതായത് ഈ സെറ്റിൽ നിന്നുള്ള രണ്ട് പോയിൻറ്റ്സും അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസും തമ്മിലുള്ള ഓപ്പൺ ബോളും അതുപോലെ തന്നെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് എക്ക് ഈക്വൽ ആയിരിക്കും. കാരണം അതിൽ എ എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ കടന്നു വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നുള്ള ഒരു എലമെൻറ്റും ക്യാപിറ്റൽ എയുടെ ലിമിറ്റ് പോയിൻ്റ് ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എയുടെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റാണ്. അടുത്തതായിട്ട് നമുക്കൊരു തിയറം നോക്കാം. എ സബ്സെറ്റ് ക്യാപിറ്റൽ എ ഓഫ് എ മെട്രിക് സ്പേസ് ഓർഡേർഡ് പെയർ x, d ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഒൺലി ഇഫ് ക്യാപിറ്റൽ എ കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിൻറ്റ്സ്. ഈ തിയറം പറയുന്നത് ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിലെല്ലാ ലിമിറ്റ് പോയിൻറ്റ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യാണ് ക്യാപിറ്റൽ എ ക്ലോസ്ഡ് ആണ്. ക്യാപിറ്റൽ എ ക്ലോസ്ഡ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. പക്ഷേ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ഒരു എലമെൻ്റ് അല്ല. അങ്ങനെയെങ്കിൽ x-a എന്ന് പറയുന്നത്, അതായത് എയുടെ കോംപ്ലിമെൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? എ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഓപ്പൺ സെറ്റ് ആയിരിക്കും. ആ സെറ്റിൽ എക്സ് എന്ന് പറയുന്നത് എലമെൻ്റ് ആയിട്ട് വരും. x-a എന്ന് പറയുന്നതിൽ ക്യാപിറ്റൽ എയുടെ ഒരു ലിമിറ്റ് പോയിൻറ്റും വരത്തില്ല. അതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ലിമിറ്റ് പോയിൻ്റ് അല്ല. എക്സ് എന്ന് പറയുന്നത് എയുടെ ലിമിറ്റ് പോയിൻ്റ് ആണ് എങ്കിൽ എക്സ് ക്യാപിറ്റൽ എയുടെ എലമെൻ്റ് ആയേ പറ്റൂ. അതായത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്ന ക്യാപിറ്റൽ എ ക്ലോസ്ഡ് ആണ്, എക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എയുടെ ലിമിറ്റ് പോയിൻ്റ് ആണ്. പക്ഷേ എക്സ് ക്യാപിറ്റൽ എയിലെ എലമെൻ്റ് അല്ല. എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ x-a, അതായത് എക്സിൻ്റെ ക്യാപിറ്റൽ എയുടെ കോംപ്ലിമെൻറ്റിലെ ഒരു എലമെൻ്റ് ആണ്. ക്യാപിറ്റൽ എയുടെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണ് സിൻസ് ക്യാപിറ്റൽ എ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ x-aയിൽ ക്യാപിറ്റൽ എയുടെ ഒരു നോർമലി ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിൽ അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് വരത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ലിമിറ്റ് പോയിൻറ്റ്സ് വരത്തില്ല. പക്ഷേ എക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എയുടെ ലിമിറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് അത് കോംപ്ലിമെൻറ്റിൽ വരത്തില്ല എങ്കിൽ പിന്നെ അത് ഉറപ്പായിട്ടും ആ ഒരു സെറ്റിലുള്ള ഒരു എലമെൻ്റ് ആയിട്ട് വരാനായിട്ട് ചാൻസ് ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ് ക്യാപിറ്റൽ എക്ക് അതിൻ്റെ എല്ലാ ലിമിറ്റ് പോയിൻറ്റ്സും ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എ ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് കാണിക്കേണ്ടത് x-a ഓപ്പൺ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നമ്മളിവിടെ y എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് x-aയിൽ നിന്ന് കൺസിഡർ ചെയ്യുവാണ്. പക്ഷേ y എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ലിമിറ്റ് പോയിൻ്റ് അല്ല. അങ്ങനെയെങ്കിൽ വൈക്ക് ചുറ്റും ഒരു ഓപ്പൺ സെറ്റ് കാണും OY. അതിൽ y എന്ന് പറയുന്നത് എലമെൻ്റ് ആയിട്ട് കണ്ടെയ്ൻ ചെയ്യും. ക്യാപിറ്റൽ എയിലുള്ള ഒരു എലമെൻറ്റ്സും കാണത്തില്ല. അങ്ങനെയെങ്കിൽ OY എന്ന് പറയുന്നത് x-aയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇത് ഏതൊരു y x-aയിൽ നിന്ന് എടുത്താലും അതിന് ട്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ x-aനെ നമുക്കൊരു
ഓപ്പൺ സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം, അതായത് യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ഓപ്പൺ സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. അടുത്തതായിട്ട് നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. നമ്മൾ സീക്വൻസിൻ്റെ കൺവേർജൻസ് ആണ് നമ്മുടെ ഓപ്പൺ സെറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ബോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. എക്സ് കോമ ഡി എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണ്. അതുപോലെ തന്നെ സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് എക്സിൽ നിന്നുള്ള പോയിൻറ്റ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സീക്വൻസ് ആണ്. ഇത് സ്മോൾ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് കൺവെർജ് ചെയ്യും ഇഫ് ആൻഡ് വൺലി ഇഫ് ഫോർ ഈച്ച് ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ ഒരു ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ഇൻറ്റീജർ കാണും. സച്ച് ദാറ്റ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിലുള്ള ഓരോ ടേമും കൺവെർജ് ചെയ്യുന്ന എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കും. അങ്ങനെ ആ ഒരു സീക്വൻസ് കൺവെർജ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു സീക്വൻസ് കൺവെർജിങ് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കൺവെർജൻസിന് ആ ഒരു ഡിസ്റ്റൻസിന് പകരം ഓപ്പൺ ബോൾ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡി ഓഫ് എക്സ് എൻ കോമ എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോണിനെ നമുക്ക് എക്സ് എൻ എലമെൻറ്റ് ഓഫ് ബി ഓഫ് എക്സ് കോമ എപ്സിലോൺ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് മെട്രിക് സ്പേസ് ആണ്. അത് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ കൺവെർജ് ചെയ്യുമെങ്കിൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്താലും ഏതൊരു ഓപ്പൺ ബോൾ ബി ഓഫ് എക്സ് കോമ എപ്സിലോൺ നമ്മൾ കൺസിഡർ ചെയ്താലും അതിൽ എക്സ് എൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കാണും ഏതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനും. അടുത്തായിട്ട് നമുക്കൊരു തിയറം നോക്കാം. ദ സീക്വൻസ് ഇൻ എ മെട്രിക് സ്പേസ് കനോട്ട് കൺവേർജ് ടു മോർ ദാൻ വൺ ലിമിറ്റ്. നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട് ഒരു കൺവേർജൻ സീക്വൻസിന് ഉറപ്പായിട്ടും ഒരൊറ്റ ലിമിറ്റ് മാത്രമേ കാണൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മെട്രിക് സ്പേസിലുള്ള ഒരു സീക്വൻസിനും ഒരൊറ്റ യുണീക്ക് ആയിട്ടുള്ള ലിമിറ്റ് പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ. 2 പോയിന്റ്സിൽ കൺവേർജ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ നോർമലി ഒരു പോയിന്റേ ഉള്ളൂ എന്ന് കാണിക്കാൻ എന്താ ചെയ്യുന്നത്? 2 പോയിന്റ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തതിന് ശേഷം ആ 2 പോയിന്റ്സും സെയിം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ഇവിടെയും നമ്മൾ അവിടെ ചെയ്യുന്നത് പോലെ തന്നെ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ് കൺവെർജൻസ് ഡിഫൈൻ ചെയ്യുവാണ്. അങ്ങനെയെങ്കിൽ അവിടെ 2 ഇൻറ്റീജേഴ്സ് കാണും, എൻ എയും എൻ ബിയും, സച്ച് ദാറ്റ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എ. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എക്സ് എൻ കോമ എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അതുപോലെ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബി ആണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എക്സ് എൻ കോമ ബി ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് മാക്സിമം ഓഫ് എൻ എ എൻ ബി എന്ന് എടുക്കുവാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് എ കോമ എക്സ് എൻ പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് എൻ കോമ ബി എന്ന് എടുക്കാം. ഇത് എപ്സിലോൺ ബൈ 2 ആണ്, ഇത് എപ്സിലോൺ ബൈ 2 ആണ്. സോ അത് കമ്പൈൻ ചെയ്യുമ്പോഴേക്കും ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് കിട്ടി. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് എ കോമ ബി ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? എയും ബിയും സെയിം ആണ്. അതായത് ഡിസ്റ്റൻസ് ഓഫ് എ കോമ ബി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആസ് എ റിസൾട്ട് എ ഈക്വൽ ടു ബി.